കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അത് ഞാനതിൻ്റെ ഒരു രീതി പറയാം, എന്നിട്ട് നിങ്ങൾ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ റെമഡിയും ഞാൻ തന്നെ പറഞ്ഞു തരാം. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളായിട്ട് ഇങ്ങനെ പല വീടുകളും സന്ദർശിച്ച് പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് എനിക്കും അത് മനസ്സിലാക്കി എനിക്കും അത് ശരിയാണെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പല ഗുരുക്കന്മാരും എന്നെ അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീട് എടുക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എടുത്തിട്ട് ബ്രഹ്മസ്ഥാനത്ത് നിന്നിട്ട് നമ്മൾ പുറത്തോട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് വലത് സൈഡിലേക്കാണ് ആ വീടിൻ്റെ ഡോറ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ബ്രഹ്മസ്ഥാനത്ത് നിന്നും വലത്തോട്ടുള്ള ഭാഗത്തിലേക്കാണ് വീടിന്റെ ഡോർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അത് സ്ത്രീകൾക്ക് കൂടുതൽ ആധിപത്യമുള്ളൊരു വീടായി ഞാൻ പല വീടുകളും കണ്ടിട്ടുണ്ട്. അത് അതേസമയം ബ്രഹ്മസ്ഥാനത്ത് നിന്ന് ഇടത്തോട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് പുരുഷൻ ആധിപത്യമുള്ളൊരു വീടായിട്ടാണ് പല വീടുകളിലും ഞാനത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പല വീടുകളും നമ്മളത് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു സംഭവമായിട്ട് അതെനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ വീട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ഒരു റെമഡിയും ഫെങ്ഷുയിലൂടെ പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യാങ് എനർജിയും ഇൻ എനർജിയും ഉണ്ട്. അപ്പോൾ ഇൻ എനർജി ആകുമ്പോഴത്തേക്ക് അത് സ്ത്രീകളുടെ എനർജി ആയിട്ടും യാങ് എനർജി ആകുമ്പോൾ അത് പുരുഷന്റെ എനർജി ആയിട്ടുമാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ആ ഡോർ നിൽക്കുന്നുണ്ടെങ്കിൽ, ബ്രഹ്മസ്ഥാനത്ത് നിന്നും വലതുവശത്തേക്ക് മാറിയാണ് ആ ഡോർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ഭാഗത്ത് നിങ്ങളൊരു ഡ്രാഗന്റെ സ്റ്റാച്യു വാങ്ങിച്ച്, അതിൻ്റെ ഫോട്ടോയെക്കാട്ടിയും കുറച്ചും കൂടെ എനർജി ഉള്ളത് അതിൻ്റെ രൂപത്തിന് തന്നെയാണ്. അപ്പോൾ ഡ്രാഗന്റെ ഒരു സ്റ്റാച്യു വാങ്ങിച്ചിട്ട് ആ ഡോറിന് സമീപത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ യാങ് ഇൻ എനർജി അവിടെ അധികമായി നിൽക്കുന്നതിനെ കുറച്ചുകൊണ്ട് യാങ് എനർജി കൂട്ടി ആ വീടിന്റെ ബാലൻസിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ടൂൾ നിങ്ങളെ വളരെയധികം സഹായിക്കും. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാനായിട്ട് ഈ ഒരു ടൂൾ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.